ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇതബോ വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഹെയർ ആക്സസറിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ബേസാണ്. ഇത് ഫാൻസി സ്റ്റോറിലും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പല ഷേപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ സർക്കിളുള്ളത് എടുത്തതേ ഉള്ളൂ. നമ്മൾ ചെയ്യണത് ഇതിൽ നമ്മുടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്തിട്ട് ഞാനൊരു പകുതി ഭാഗം മാത്രം ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എന്നിട്ട് ഹാഫ് ബീഡ്സ് ആണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ മെറ്റാലിക് കളറിലുള്ള ഒരു ഹാഫ് ബീഡ്സ് ആണ്. ഈ ഹാഫ് ബീഡ്സ് ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനതാ കാണിക്കുന്നു. അതിൻ്റെ ഹോൾ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വരാൻ പാടില്ല. അത് തിരിച്ച് ഉള്ളിലേക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം ചെയ്ത പോലെ ഇതുപോലെ വേണം നമ്മൾ എല്ലാ ബീഡ്സും ഒട്ടിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യണത് ഇതും വൈറ്റ് ഹാഫ് ബീഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇതിന് പകരം നമുക്ക് കുന്തൻസ് വെക്കാം, പലതരത്തിലുള്ള സ്റ്റോൺസ് വെക്കാം. ഞാനിത് ഇതേ പാറ്റേൺ ഇങ്ങനെ തുറന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഗോൾഡൻ മെറ്റാലിക്കും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഹാഫ് പേളുമാണ് യൂസ് ചെയ്യണത്. വേറെ പല കളറുള്ള ബീഡ്സ് മിക്സ് ചെയ്തിട്ട് വെക്കാം. ബീഡ്സും സ്റ്റോൺസും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം. അതല്ലെങ്കിൽ ഫ്ലവേഴ്സ് പോലത്തെ ഉള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ അടന്ന് പോരുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ മുമ്പേ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലം യൂസ് ചെയ്തൊരു കുഴപ്പമില്ല. B7000 ഗ്ലൂ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാമില്ല, ഒട്ടിയിരുന്നോളും. പിന്നെ ഇതിന് പകരം നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യും. പക്ഷേ അത് ഇത്ര വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് കാണും, പുറത്തേക്ക് ആ വൈറ്റ് കളർ കാണും. പിന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. ഗം അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ഇതാക്കേണ്ടി വരും ഗ്ലൂ ഗണ്ണാകുമ്പോൾ. ഞാനിങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതന്നെ തുടർന്ന് പോവുക, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കൂടി വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇതങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആകെ ഒരു 10-20 രൂപയുടെ അടിയിലൊക്കെ 15 രൂപ 12 രൂപ അങ്ങനെ എന്തായിട്ട് തോന്നുന്നു ആ ബേസിന് വരുന്ന റേറ്റ്. എനിക്ക് ഓർമ്മയില്ല. ആകെ കുറച്ച് ബീഡ്സും ഒരു ഇത്തിരി ഗമ്മും മാത്രം മതി. മൊത്തം നമുക്കൊരു 10-18 രൂപയുടെ ഉള്ളിലൊക്കെ ക്ലിപ്പ് മേക്ക് ചെയ്യാൻ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. നല്ല ഭംഗിയാണ്. തലയിൽ കുത്തി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ കുത്തുന്ന ഫോട്ടോ ഞാൻ ഫ്രണ്ടിൽ തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ഇടാൻ കാരണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ.